അങ്ങനെ അവരെ എത്തി, അവരെ എടുക്കാനായിട്ട് വന്നാ വലിയ സ്റ്റൈലിലൊക്കെയാ വരുന്നത് കേട്ടോ. ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു ട്രിപ്പ് പോവാണ്, റോഡ് ട്രിപ്പ്. ആദ്യമായിട്ട് സൗദിയിൽ ഇത്രയും ലോങ് ബൈ റോഡ് ബസ്സിന് പോവാണ്. ഒരു എന്താ പറയുന്നത്, ഒരു ടൂറിസ്റ്റ് ടീമിൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാം സെറ്റ് ചെയ്ത് പാക്കൊക്കെ ചെയ്ത് ഇറങ്ങാൻ പോവാണ്. നമ്മൾ ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് കയറും. നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫറാസാൻ ഐലൻഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ജീസാൻ ചെന്നിട്ട് അവിടെ നിന്ന് ഷിപ്പിലൊക്കെ പോകുന്ന ഒരു പരിപാടി. അപ്പോൾ നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണ്. എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ കഴിയുക. അപ്പോൾ നമുക്കിനിയും ബസ്സിലോട്ടൊക്കെ പോയി അവിടെ നിന്ന് കാണാം. നമ്മൾ കാറേ കയറിയിട്ട് ബസ്സൊക്കെ കിടക്കുന്ന സ്ഥലത്തോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ട്രിപ്പുണ്ട്. അപ്പോൾ ബാക്കി കുറേ ടീമുകളുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ട്, 17 പേരോളം ഉണ്ട്. നമ്മൾ പിന്നെ വേറെ ആൾക്കാരുണ്ട്. ഒരു ഗ്രൂപ്പ് ടൂറിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇനിയിപ്പം ബസ്സിൻ്റെ ഒക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. നമ്മളിവിടെ നിന്ന് പുറപ്പെടുന്നതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം സമയമാണ്. അപ്പോൾ ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട്. ഞങ്ങളപ്പം ബസ് കിടക്കുന്ന ഏരിയയിലായിട്ട് എത്തി. അപ്പോൾ ഗ്ലോബൽ ടൂർസ് ട്രാവൽസ് എന്ന് പറഞ്ഞൊരു ടീമാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ്, ഈ ഒരു ടൂർ പാക്കേജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ എത്തിയിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ട് നമ്മുടെ ബാഗേജൊക്കെ കൊടുത്ത് നമുക്കിനിയും മുന്നോട്ട് പോകണം. ഈ ബസ്സിലാണ് ഇപ്പോൾ നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബസ്സിൽ നമ്മുടെ ലഗേജ് സെറ്റൊക്കെ ആക്കി. അപ്പോൾ ഇനി നമ്മൾ ഈ ബസ്സിലോട്ട് ഉള്ളിലോട്ട് പോവാണ്. ഓൾറെഡി ഫാമിലിയൊക്കെ കയറിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് മാത്രം പോകുന്നത്. എല്ലാ കൂടി ഇനിയും അകത്തോട്ട് പോകാം. ഇവിടുന്ന് ബസ്സിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഇവിടെ ആണ് നമ്മുടെ ബസ് സൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ ബസ് ഫുള്ളായിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും സെറ്റായി. ഇവിടെ നമ്മൾ പുറപ്പെടാൻ പോവാണ്. നമ്മുടെ മൊത്തം ടീം ബാക്കിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. തുടങ്ങുന്ന സമയത്ത് തന്നെ നിയാസ് ബ്ലോഗറാണ് കേട്ടോ, പുള്ളിയുണ്ട്. നമ്മളിന്ന് പൊളിക്കും, മൊത്തം പൊളിക്കാനുള്ള പ്ലാനാണ്. പിന്നെ ഇതായിരുന്നു നമ്മൾ കുറച്ച് നാളായിട്ട് ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഉണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ അവർ ഒരു ഇൻട്രൊഡക്ഷനും കാര്യം 2-3 പേരുണ്ട്, 4 ബ്ലോഗർമാരുണ്ട് കേട്ടോ. ഫുള്ള് ബ്ലോഗേഴ്സാണ്, ബസ് ഫുള്ള് ബ്ലോഗേഴ്സാണ്. ഇവിടെ ബ്ലോഗേഴ്സ് നമുക്ക് ഇന്നുണ്ട്. അതിലൊന്ന് മെയിൻലി നമ്മുടെ ഗ്ലോബൽ ട്രാവൽസിന്റെ ബ്ലോഗർ ആയിട്ടുള്ളത് നിയാസ് ആണ്. കാണിച്ചാൽ നല്ലായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ കൂടെ ഇന്ന് പാട്ടുപാടി തകർത്ത് തിമർത്ത് നമ്മുടെ കയ്യിലേക്ക് തരാൻ ഒരാൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് എന്നാണ്. ഒന്ന് എഴുന്നേറ്റ് എല്ലാവർക്കും എന്തിന്റെ പുതിയ ആൾക്കാരാണ്, പുതിയ ഫാമിലിയാണ്, മുന്നേ കണ്ട് പരിചയമൊന്നുമില്ല. നമ്മൾ കുറെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് നിർത്തിയേക്കാണ്. ഈ എൻ്റെ വ്ലോഗിൽ മൊത്തം ഇവരേ ഉള്ളാന്ന് ചോദിക്കുന്നത്. വേറെ ആരും ഇല്ലേ? ഇതൊന്നും വരില്ലല്ലോ. അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിക്കാനായിട്ട് നിർത്തി. ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടില്ല. ഫുഡ് കഴിക്കുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇങ്ങനൊരു ഓപ്പൺ സ്പേസിൽ ഇവിടത്തേക്ക് പമ്പെന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പം സംഭവം കൊള്ളാം. പിന്നെ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പമ്പിലൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ അതിന് അടുത്ത് കഴിക്കാൻ പോകുമ്പോഴും പമ്പിൽ തന്നെ ആയിട്ടായിരിക്കും കയറി ഫുഡ് കഴിക്കാൻ പോകുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് അടുത്തൊരു പെട്രോൾ പമ്പ് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം. ഞങ്ങളെല്ലാവരും കൂടെ വൈകിട്ടത്തെ ഡിന്നർ കഴിക്കാനുള്ള പരിപാടിയിലാണ്. അവർക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കുന്നു. നമ്മുടെ മെയിൻ ടീമുകളാണ് ഇവരൊക്കെയാണ് നമ്മുടെ ടൂറിൻ്റെ ഹൃദയഭാഗങ്ങളെന്ന് പറയുന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുഡെന്ന് പറയുന്നത് ഇന്ന് പൊറോട്ടയും ചിക്കൻ കറിയാണ് അല്ലേ? പൊറോട്ട ചിക്കൻ കറി അല്ലേ? അതോ ബീഫോ? പൊറോട്ടയും ചിക്കനുമാണ് ഫുഡ്. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? എങ്ങനെയുണ്ട്? ഫുഡ്
വേറെ ലെവൽ ഫുഡ്. തുടക്കമേ ഉള്ളൂ കേട്ടോ, തുടക്കത്തിലെ ലെവലാന്ന് പറയുന്നത്. ഇനിയിപ്പം മുന്നോട്ട് എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ഇസക്കുട്ടനും അതുപോലെ തന്നെ ദേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരു ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പിള്ളേരെ എൻജോയ് ചെയ്യുന്നു. എല്ലാവരും പല പല ഗ്രൂപ്പുകളൊക്കെ ആയിട്ടിരുന്ന് കഴിച്ചു. എല്ലാവരും നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ബസ്സിൽ തിരിച്ചു കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഫാത്തി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വ്ളോഗേഴ്സിനെ കണ്ടുപിടിച്ച് നമ്മുടെ ഇത് വെച്ചോണ്ടിരിക്കുക. അതെ, ഇത് നമ്മുടെ സിദിൻ, ഇവനാണ് കേട്ടോ നമ്മുടെ ഫോട്ടോ. ഞാൻ ഇവനുമായിട്ട് 1.5 മാസമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും 21 വയസ്സുകാരനാണ് നമുക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഭയങ്കര പക്വതയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് സംഭവം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് നമ്മുടെ നിയാസ് ബ്രോ, ഇവരൊക്കെ വ്ളോഗേഴ്സാണ്, നമ്പർ 1 വ്ളോഗേഴ്സാണ്. ഫാത്തി ഓടിയാണെന്ന് സബ് പിടിക്കുക.